ശ്രീ എൻ ശ്രീകുമാർ, ഇതിലൊരു കൗതുകം എന്ന് പറയുന്നത് ഇത്രയും കാലം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാത്ത ഒന്നാണ്. ഇപ്പോൾ ഒരു പതിറ്റാണ്ടെങ്കിലും ആയിരിക്കുന്നു നമ്മൾ വളരെ സജീവമായി സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ ആരംഭിച്ചിട്ട് ഒരു പതിറ്റാണ്ടിലേറെയായി. ഒരു പതിറ്റാണ്ടെങ്കിലുമായി ഇത്രമേൽ രാഷ്ട്രീയം സമൂഹ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യുകയും വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്ര കണ്ട് സ്പ്രെഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് അത് അവസാനം ഈ കാലഘട്ടത്തിലാണ് അതിന് ഇത്രമേൽ അതിന് മുകളിലേക്കൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പ്രാഥമികമായി നമ്മൾ ആരോടാണ് അതിനോട് ചോദിക്കേണ്ടത്? എന്തുകൊണ്ട് ഈ നാട്ടിൽ ഇത് സംഭവിക്കുന്നു എന്ന ചോദ്യം ആരാണ് അഭിമുഖീകരിക്കുക? നോക്കൂ ശ്രീമതി മാധു, ഇത് കഴിഞ്ഞ 5-6 മാസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഒരാളാണ് വി.ഡി. സതീശൻ. അത് മാധു പറഞ്ഞ വളരെ ശരിയാണ്. കാരണം അത്രയും ശ്രീ പിണറായി വിജയൻ ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അത് എതിരഭിപ്രായമുള്ളവരുണ്ടാകാം. ഇവിടെ രാഷ്ട്രീയമായ ആരോപണത്തെ ഭയക്കുന്നത് സത്യത്തിൽ ഏകാധിപതികളും ഭീരുക്കളുമാണ്. അതൊക്കെ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ രാഷ്ട്രീയമായ ആരോപണത്തെ ഭയക്കേണ്ട കാര്യമില്ലെന്നുള്ളൊരു വസ്തുതയാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ശ്രീ ശിവദാസും അതുപോലെ BJP പ്രതിനിധി ശിവപ്രസാദ് ഒക്കെ പറഞ്ഞുണ്ടല്ലോ, എന്തായാലും അടിയന്തരാവസ്ഥ ഒഴിച്ചുള്ള 50 വർഷത്തെ കോൺഗ്രസ് ഭരണത്തിലെ വാർത്താമാധ്യമ സ്വാതന്ത്ര്യവും 10 വർഷത്തെ പിണറായി ഗവൺമെന്റ് വാർത്താമാധ്യമ സ്വാതന്ത്ര്യവും 12 വർഷത്തെ BJP ഗവൺമെന്റ് വാർത്താമാധ്യമ സ്വാതന്ത്ര്യം നമ്മൾ കണ്ടതാണല്ലോ. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അല്ല, അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെ, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് ആരോപിക്കപ്പെടുന്ന ഇവിടെ ശ്രീ ശിവദാസിന് അത് ഉറപ്പിച്ച് പറയുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അവർക്ക് തന്നെ ഉറപ്പില്ല സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണെന്ന്. ഞാൻ വ്യക്തമാക്കി തരാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു സോഷ്യൽ വിങ് ഇല്ല. മനസ്സിലാക്കുക. ഒരു കോർഡിനേറ്ററും ഇല്ല. ഇത് ആദ്യം തന്നെ ഞാൻ വ്യക്തമാക്കി തരാം. 2 കാര്യങ്ങളും ആ സംശയമുള്ള ശ്രീ ശിവദാസിനുണ്ട്, തീർന്നോട്ടെ. പിന്നെ നമ്മൾ എന്തോ പറഞ്ഞു കേൾക്കുന്നു, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല, വ്യക്തമായിട്ട് തന്നെ പറയാം. കാരണം എന്താ വെച്ചാല് കേരളത്തിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് UDF ഗവൺമെന്റ് ഒരു നയം എടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ UDFിലെ ഘടകകക്ഷികൾക്ക് വ്യക്തമായ ധാരണയുള്ള ഒരു മുന്നണിയാണ് പഴയ UPAയും ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിയും. അതിൽ ശിവദാസൻ ഉണ്ട് ദേശീയ തലത്തില് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ശിവദാസൻ എന്തായാലും കോൺഗ്രസിന്റെ ഒപ്പമാണല്ലോ, ഇപ്പൊ അപ്പുറത്തല്ലല്ലോ, അത് ഉറപ്പാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ശ്രീമതി മാധു നമ്മൾ സംസാരിച്ച വിഷയം എന്താ വെച്ചാൽ വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട ചില കാർഡുകൾ മായുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ മായ്ക്കപ്പെടുന്നതിന്റെ ഒരു കാര്യം അദ്ദേഹത്തിന്റെ അവസരത്തിന് വേണ്ടി കാത്തിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടുമായിരിക്കും. ആ കിട്ടുന്ന സമയത്ത് നമ്മൾ ചെയ്താൽ മതി. കാരണം അതിന് എല്ലാ ആഴ്ചയിലും കിട്ടും അദ്ദേഹത്തെ മന്ത്രിസഭയുടെ വാർത്താ സമ്മേളനം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ വി.ഡി. സതീശനെ പ്രൊജക്ട് ചെയ്യാൻ ആരുമില്ല. രമേശ് ചെന്നിത്തലയുടെ പോലീസ് അറസ്റ്റ് ചെയ്തു, ശരിയാണ്. രമേശ് ചെന്നിത്തലയുടെ പോലീസാണ് UDFിന്റെ പോലീസ്. അറസ്റ്റ് ചെയ്തു. ആരെ അറസ്റ്റ് ചെയ്തത്? എനിക്ക് തന്നെ ആ പേരറിയില്ല. ആ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അദ്ദേഹത്തെയാണ് കോർഡിനേറ്റർ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഉറപ്പിച്ചു പറയാൻ CPMന് ധൈര്യമില്ല. അത് അങ്ങനെ ഇല്ല. കാരണം അങ്ങനെ കോർഡിനേറ്റർ ഇല്ല. അപ്പൊ പിന്നെ എന്തിനാണ് ആരെങ്കിലും വെപ്രാളപ്പെടാൻ പോണത് എന്തിനാണ്? അപ്പൊ അറസ്റ്റ് ചെയ്യും. അതിലിപ്പോ എന്താ തെറ്റുള്ളത്? അല്ലാണ്ട് സംരക്ഷിക്കാനല്ലല്ലോ പോയത്. പഴയ കാലത്ത് ഒരു MLA ഉണ്ടായിരുന്നു CPMന്റെ, ഒരു മകൻ കേസിൽ പ്രതിയായപ്പോ എന്തായിരുന്നു ഇവിടുത്തെ പോകില്? ആരാണ് സ്ഥലം മാറ്റപ്പെട്ടത്? ശ്രീ ശിവദാസൻ. ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല. കാരണം വെച്ചാൽ അതിന്റെ ഒക്കെ തിരിച്ചടി നിങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വാർത്താ മാധ്യമ സ്വാതന്ത്ര്യം ശ്രീമതി മാധുവിന് ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ ഒക്കെ പ്രത്യേകിച്ച് ചാനൽ പ്രവർത്തകരുടെ സഹപ്രവർത്തക എറണാകുളത്ത് SFIക്കെതിരെ വാർത്ത എഴുതാൻ അറസ്റ്റ് ചെയ്യപ്പെട്ട കേസെടുത്ത് ഓർമ്മയുണ്ടല്ലോ. അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ എന്താ പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. SFIക്കെതിരെ ഇനിയും വാർത്ത എഴുതിയാൽ കേസെടുക്കുമെന്ന്. എന്തായാലും അങ്ങനെയൊന്നും ഇവിടെ നടക്കുന്നില്ലല്ലോ ഇപ്പോഴും. അപ്പൊ അതുകൊണ്ട് UDF ഗവൺമെന്റിന്റെ മാധ്യമ നയം ഉണ്ട്. UDF ഗവൺമെന്റിന് ആ മാധ്യമ നയം എന്താണെന്ന് വിശദീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് അവസരമുള്ളതാണ് ഞാൻ പറഞ്ഞ കാര്യം. പിന്നെ മറ്റൊരു വിഷയം എന്താ വെച്ചാല് മെറ്റയുടേതായ സ്വാതന്ത്ര്യവും തീരുമാനമൊക്കെ അവിടെ നിൽക്കട്ടെ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിൽ ഇടപെട്ട് പരാതിപ്പെട്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കാനാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ള മറുപടി നാളെ കിട്ടും. പിന്നെ മറ്റൊരു വിഷയം എന്താ വെച്ചാല് സാധാരണ ഈ സോഷ്യൽ മീഡിയ വിങ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങളിൽ സംശയം വരികയാണ്. ഇങ്ങനെ സംശയം ഉണ്ടാക്കി അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു നയ CPMനുണ്ട്. ഇതിലിപ്പോ സംശയിക്കാൻ എന്താണ് എന്നുള്ളതാണ്. ഇപ്പം വി.ഡി. സതീശന്റെ ഓഫീസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഷീൽഡുകളൊക്കെ ഇരിക്കുന്ന ഒരു ഷെൽഫിന് മുന്നിൽ ഇദ്ദേഹം ഇരിക്കുന്ന ഒരു ചിത്രം, അവിടെ ഇരുന്ന് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ഒരു ചിത്രം പങ്കുവെക്കപ്പെടുന്നുണ്ട്. വി.ഡി. സതീശനോടൊപ്പം അദ്ദേഹം വളരെ അടുത്ത് പെരുമാറിയിരുന്ന ഇപ്പൊ നമുക്കറിയാം ഈ ആലോഷിയുടെ ഒക്കെ സാഹചര്യം നമുക്കറിയാം. അപ്പൊ അതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ അടുപ്പത്തോടു കൂടി പല സമയങ്ങളിലായി ഇടപഴകിയിരുന്ന ഒരാളാണ് ഹുസൈൻ എന്നത് സംബന്ധിച്ച് തർക്കമില്ല. അദ്ദേഹം ഈ യൂത്ത് കോൺഗ്രസ്
കോൺഗ്രസിന്റെ ഭാരവാഹി അല്ല എന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ MLA മന്ത്രി OJ ജനീഷ് പറയുന്നു. അതിന് പിന്നാലെ 9-ാം തീയതി അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള രേഖ പുറത്തു വരുന്നു. എന്തിനാണ് ഭാരവാഹി അല്ലാത്തയാളെ പുറത്താക്കിയത് എന്നത് നമുക്കറിയാത്തൊരു കാര്യമാണ്. ഈ ആരാണ്, അല്ലെങ്കിൽ ഈ കോർഡിനേറ്റർ ആണോ അല്ലയോ, ഭാരവാഹിയാണോ അല്ലയോ എന്നതിനപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എങ്കിൽ ഇനി പിണറായി വിജയൻ വന്ന് വിശദീകരിക്കുന്നവരെ നമുക്ക് ക്ഷമിച്ചിരിക്കാം എന്ന് കരുതിയിരുന്ന ആളുകളാണോ അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്നത്? ഞാൻ ഒരു കൗതുകം കൊണ്ട് ചോദിച്ചാണ്. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം ഈ ഉത്തരത്തോടുകൂടി. അല്ല ശ്രീമതി മാധു, അന്ന് പിണറായി വിജയനെ കാണാൻ അവസരം, മാധു ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാക്കി തരാം. അത് അങ്ങനെ പെട്ടെന്ന് പോകരുത്. കാരണം ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രി VD സതീശനൊപ്പം ഫോട്ടോ എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം നിങ്ങൾ കണ്ട മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്ത ഒരാളായിരുന്നു, ശരിയായിരിക്കാം. മുഖ്യമന്ത്രി VD സതീശനൊപ്പം ഫോട്ടോ എടുത്ത ഒരുപാട് പേരുണ്ട്. ഒന്നാമത്തെ യൂത്ത് കോൺഗ്രസിന്റെ ബൂത്ത് അന്ന് പ്രശ്നം ഉണ്ടായിട്ടില്ലേ ശ്രീ N. ശ്രീകുമാർ? ഇപ്പൊ നോക്കൂ, പോറ്റിയുടെ ഒരു ചിത്രം മുഖ്യമന്ത്രിയുടെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ വന്നപ്പോൾ എത്ര വലിയ ആരോപണമാണ് ഉണ്ടായത്. അന്ന് ആ ആരോപണം മാധ്യമങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, അന്ന് ആ ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ ചിത്രങ്ങളുടെ പേരിൽ പ്രശ്നമാക്കിയ ചരിത്രം കോൺഗ്രസിനുണ്ടെങ്കിൽ ഇത്രയും അധികം വീഡിയോകൾ വരുമ്പോൾ ഞങ്ങളോട് ചോദിക്കാൻ പറ്റില്ല എത്ര പേര് ഫോട്ടോ എടുക്കണമെന്ന് പറയാൻ പറ്റുമോ? അല്ല ശ്രീമതി മാധു, കൂട്ടിക്കെട്ടരുത്. ഞാൻ അതല്ല പറഞ്ഞത്. ഒരാളുടെ പടം മുഖ്യമന്ത്രിക്കൊപ്പം വന്നാൽ, ഇപ്പൊ ഒരു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി അയക്കുമ്പം ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ഫോട്ടോ, ഒരു ചിത്രം അദ്ദേഹത്തിന്റെ ബാക്കിൽ വന്ന് ഇങ്ങനെ നോക്കുന്ന ചിത്രം അറിയാമല്ലോ അന്നുണ്ടാക്കിയ പൂലൊക്കെ. ഇതിന് എന്തായി സംഭവം? അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയോടൊപ്പം നിന്നൊരാള് എന്നുള്ളതുകൊണ്ട് അയാൾ കോർഡിനേറ്റർ ആവണമെന്നുണ്ടോ? അയാൾ ഒരാളെ അടുപ്പമുണ്ടാവുന്ന ഇല്ലെന്ന് ആരാ പറയുന്നേ? ഒരുപാട് പേര് മുഖ്യമന്ത്രിക്ക് ഒപ്പം നിന്ന് ഫോട്ടോ ഫോട്ടോ എടുത്തതല്ല, അങ്ങനെ അതിനെ ലഘൂകരിച്ച് കാണരുത്. എത്രയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അല്ല, പിറന്നാളിന് കേക്ക് മുറിക്കുന്നതടക്കമുള്ള ഫോട്ടോകൾ വന്നിട്ടുണ്ട്. അപ്പൊ മുഖ്യമന്ത്രിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ, ഒരു നിമിഷം, കോർഡിനേറ്റർ ആണോ എന്ന് അങ്ങ് ചോദിക്കുന്നു ശ്രീ N. ശ്രീകുമാർ. ഞാനത് എടുക്കുന്നു. അപ്പോ മുഖ്യമന്ത്രിയോട് ഇത്രയും അടുപ്പമുള്ള ഒരാൾ, ഒരു നിമിഷം കോർഡിനേറ്റർ അല്ല എങ്കിൽ, ഒരു നിമിഷം കോർഡിനേറ്റർ അല്ല എങ്കിൽ, മുഖ്യമന്ത്രിയോട് ഇത്രയും അടുപ്പമുള്ള ഒരാൾ അദ്ദേഹത്തെ കോർഡിനേറ്റർ അല്ല എങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്ന എന്തിനാണ് എന്ന് അന്വേഷിക്കണ്ടേ കോൺഗ്രസ്? മുഖ്യമന്ത്രി അന്വേഷിക്കണ്ടേ, തിരുത്തണ്ടേ എന്നത് കൂടിയായിരുന്നു എന്റെ ചോദ്യം. ഒരു മിനിറ്റ് ശ്രീ ശിവദാസ്, ഒരു മിനിറ്റ്. ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്താൽ പിന്നെ അതിനെന്തിനാ ഉത്തരം പറയാൻ നടക്കുന്നത്? ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞത് കോർഡിനേറ്റർ എന്ന് പറയുന്നത് അങ്ങനെ എന്തൊരു വാക്കാണ്. ഇവിടെ ശ്രീ ശിവദാസൻ അത് തന്നെയാ പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്തിനാ പുകമറ ഉണ്ടാക്കുന്നത്? എന്തിനാ? നാളെ ചോദിക്കും വ്യക്തമായിട്ട്. ശ്രീ ശിവദാസ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ പറഞ്ഞപ്പോൾ മാത്രം ഇടപെട്ടത്. ഇന്നത്തെ CPM-ന്റെ മുഖപത്രത്തിലെ പ്രധാന വാർത്ത ഹെഡിങ് എന്താ അറിയോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഹരി മാഫിയയോ? അങ്ങനെയാണോ? ലഹരി മാഫിയ? അങ്ങനെ അതെന്ത് വാർത്തയാ? അത് ലഹരി മാഫിയ ഉണ്ടോ അവിടെ? CPM ഡയറക്ടറായി അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അത് നമുക്ക് അവരോട് ചോദിക്കുകയും ചെയ്യാം. VK സനോജ് അടക്കം അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ എന്നോടല്ല അത് ചോദിക്കേണ്ടത്. ഞാൻ CPM-ന്റെ വക്താവ് എന്ന നിലയ്ക്ക് ചോദിച്ച ചോദ്യമല്ല. അനവധി വീഡിയോകൾ, VD സതീശന്റെ വീട്ടിൽ പോകുന്നത് അടക്കമുള്ള ദൃശ്യങ്ങൾ, അദ്ദേഹം വളരെ കാഷ്വൽ ആയിരിക്കുന്ന സമയത്ത് ടീഷർട്ട് ഒക്കെ ഇട്ട് VD സതീശന് കൂടിയിരിക്കുന്ന ചിത്രങ്ങൾ, പിറന്നാൾ കേക്ക് മുറിക്കുന്ന ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ അനവധി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരൊറ്റ ഫോട്ടോ കൊണ്ട് ഇങ്ങനെ വിശദീകരിക്കരുത് എന്ന് പറയുന്നതിൽ കാര്യമില്ല എന്ന് തോന്നുന്നു. അതല്ല പറഞ്ഞത്. ഞാൻ അതൊന്നും എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരാളുടെ പദവിയെ കുറിച്ച് പറയുമ്പോൾ അത് ആലോചിച്ച് പറയണം. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ലഹരി മാഫിയ എന്നൊരു വാർത്ത കൊടുക്കുമ്പോഴേ അല്ല, ദേശാഭിമാനി കൊടുത്ത വാർത്തയോ കൈരളി TV കൊടുത്ത വാർത്തയ്ക്കോ എനിക്ക് ന്യായം പറയേണ്ടതില്ല. ഇവിടെ അങ്ങനെ ഒരു വാർത്ത പോയിട്ടില്ല. അത് പറയണ്ട. ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞ അങ്ങനെ അസ്വസ്ഥ ഉണ്ടാക്കുന്ന വാർത്തകൾ വരുമ്പോൾ ഒരു പാർട്ടി പത്രമല്ലേ, ആ പാർട്ടിയുടെ പ്രതിനിധിയല്ലേ ശ്രീ ശിവദാസൻ? 10 വർഷം ഭരിച്ചിട്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിന് എന്താണെന്ന് ഞങ്ങൾ കണ്ടതാ ശ്രീ ശിവദാസൻ. നിങ്ങൾ അത് ഡിബേറ്റ് വിത്ത് മാധു സജി.